കീസ്ട്രോക്ക് സ്കാൻ ടെക്നോളജിയാണ്. കീസ്ട്രോക്ക് സ്കാൻ ടെക്നോളജി അല്ലെങ്കിൽ കീസ്ട്രോക്ക് ഡൈനാമിക് എന്നാണ് ഇത് പറയുന്നത്. ഈ ഒരു ടെക്നോളജിക്കകത്ത് ഒരു പേഴ്സൻ്റെ ഇൻഡിവിജ്വൽ ടൈപ്പിംഗ് പാറ്റേൺ ആണ് ഒത്തൻറ്റിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓരോരുത്തരും ടൈപ്പ് ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ സ്പീഡും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അത് വെച്ചിട്ട് ഒരു പേഴ്സണെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് കീസ്ട്രോക്ക് സ്കാൻ ടെക്നോളജി അല്ലെങ്കിൽ കീസ്ട്രോക്ക് ഡൈനാമിക് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിൻ്റെ അകത്ത് എന്താണ് ടൈപ്പിംഗ് റിതമാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഓൺ ഡിജിറ്റൽ ഡിവൈസസ് ലൈക്ക് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസിൻ്റെ കീപാഡിലോ. അപ്പോൾ എന്താണ് കീപാഡ് അല്ലെങ്കിൽ കീ ഫോൺ ആയിരിക്കും നമ്മൾ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എങ്ങനെ ടൈപ്പ് ചെയ്യുന്നു, എത്ര സ്പീഡാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് എന്നുള്ളതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ ഇൻഡിവിജ്വൽസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ ഒരു കീസ്ട്രോക്ക് ഡൈനാമിക് അല്ലെങ്കിൽ കീസ്ട്രോക്ക് സ്കാൻ ടെക്നോളജിക്കകത്ത് മെഷർ ചെയ്യുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ടൈം എ യൂസർ ഹോൾഡ്സ് ഡൗൺ ഈച്ച് കീ. ഓരോ കീയും ഒരു പേഴ്സൺ ഒരു കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ടൈം ഡ്യൂറേഷൻ, അതുപോലെ തന്നെ ഒരു കീയിൽ നിന്നും നെക്സ്റ്റ് കീയിലേക്ക് പോകാൻ എടുക്കുന്ന ടൈം. ഈ രണ്ട് ടൈമിനെയും മെഷർ ചെയ്തിട്ടാണ് ഓരോ പേഴ്സണെ, ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്യുന്ന അതേ സ്പീഡിലായിരിക്കില്ല നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്. സോ അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പാറ്റേൺ ആണുള്ളത്. സ്പീഡും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവർ ഒരു കീയിൽ നിന്ന് വേറൊരു കീയിലോട്ട് പോകുന്ന സ്പീഡ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അപ്പോൾ അതിനെയെല്ലാം മെഷർ ചെയ്തിട്ടാണ് ഒരു കീയിൽ നിന്ന് വേറൊരു കീയിലേക്ക് പോകുന്നതും. അതുകൂടാതെ ഒരു കീ നമ്മൾ എത്രമാത്രം നേരം ഹോൾഡ് ചെയ്ത് സെക്കൻഡ്സ് ആയിരിക്കും, നാനോ സെക്കൻഡ്സ് ഒക്കെ ആയിരിക്കും ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. പക്ഷെ ആ ഹോൾഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അപ്പോൾ അതിനെല്ലാം മെഷർ ചെയ്തിട്ടാണ് ഓരോ ഇൻഡിവിജ്വൽസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഒരു ബിഹേവിയറൽ ബയോമെട്രിക്സ് ആണ്. നമുക്ക് നോർമലി ബിഹേവിയറൽ ബയോമെട്രിക്സ് എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്. പക്ഷേ അതുപോലെ തന്നെ കീബോർഡിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ കീപാഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പാറ്റേൺ ഒരു ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സ്പീഡ് എക്സ്ട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു സ്കാനിങ് ടെക്നോളജി വഴി പേഴ്സണെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. ഞാൻ പറഞ്ഞല്ലോ, അതിന് കീസ്ട്രോക്ക് ഡൈനാമിക്സ് എന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കീസ്ട്രോക്ക് ഡൈനാമിക് അല്ലെങ്കിൽ കീസ്ട്രോക്ക് സ്കാൻ ടെക്നോളജി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് എഴുതേണ്ടത്. കീസ്ട്രോക്ക് സ്കാൻ ടെക്നോളജി എന്താണ്, നമുക്ക് യൂസർ ആക്റ്റീവ്ലി ടൈപ്പ് ചെയ്യാതെ ഇതിനകത്ത് നമുക്ക് യാതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇന്ന ആളാണ് വെരിഫിക്കേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ അയാൾ ആക്റ്റീവ്ലി ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കീസ്ട്രോക്ക് ഡൈനാമിക് എന്ന് പറയുന്നത് ബയോമെട്രിക് ടെംപ്ലേറ്റ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ബയോമെട്രിക് ടെംപ്ലേറ്റ്സ് വെച്ചിട്ട് ഓരോ പേഴ്സണിൻ്റെയും ടൈപ്പിംഗ് പാറ്റേൺ ആൻഡ് റിതം സ്പീഡൊക്കെ വെച്ചിട്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. ഇത് നോർമലി ഡിപ്ലോയ് ചെയ്യുന്നത് വിത്ത് കോമൺ പാസ്വേഡ് സിസ്റ്റം വെച്ചിട്ടാണ്. അതിൻ്റെ കൂടെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാതെ പാറ്റേൺ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ ഓത്തൻറ്റിക്കേഷൻ ആയിട്ടുള്ള പാസ്വേഡ് കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ടാവും. അപ്പോൾ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എടുക്കുന്ന ആ ഒരു ടൈമും അതുപോലെ തന്നെ ഒരു കീയിൽ നിന്ന് വേറൊരു കീയിലോട്ട് പോകാൻ എടുക്കുന്ന ടൈമും ഒക്കെ മെഷർ ചെയ്തിട്ടാണ് ആളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ട്രഡീഷണൽ മെത്തേഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പാസ്വേഡ് മാത്രമാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കാരണം സപ്പോസ് എൻ്റെ പാസ്വേഡ് hello 123 എന്നുള്ളതാണ് എൻ്റെ പാസ്വേഡ് എങ്കിൽ അത് ആര് എൻ്റർ ചെയ്താലും ഏതൊരാളും അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആളും ഈ ഒരു പാസ്വേഡ് അറിയാമെങ്കിൽ അയക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ ഓത്തറൈസ്ഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാം അയക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ hello 123 എന്ന് പറയുന്ന ഞാൻ നോർമൽ പാസ്വേഡിൻ്റെ കൂടെ കീസ്ട്രോക്ക് ഡൈനാമിക് കൂടെ അതിനകത്ത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പാസ്വേഡ് മാത്രമല്ല അവിടെ വെരിഫൈ ചെയ്യുന്നത്, ബിഹൈൻഡിൽ നടക്കുന്നത് ഈ ഒരു ഇയാൾ തന്നെയാണോ ടൈപ്പ് ചെയ്യുന്നതും കൂടെ അവിടെ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പം ഇമ്പോസ്റ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ സാധിക്കും. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ഇതിനകത്ത് നടക്കുന്ന മെഷർമെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത് രണ്ട് ഈ റോ മെഷർമെൻറ്റ്സിന് നമ്മൾ പറയുന്നത് ഒന്ന് ഡ്വെൽ ടൈം, രണ്ടാമത്തെ ഫ്ലൈറ്റ് ടൈം എന്നാണ്. ഡ്വെൽ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂറേഷൻ ദാറ്റ് ദ കീ ഈസ് പ്രസ്ഡ്. നമ്മൾ ഒരു കീ പ്രസ് ചെയ്ത് പിടിക്കുന്ന ടൈമാണ് ഡ്വെൽ ടൈം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒന്ന്, ഒരു കീ നമ്മൾ എത്രമാത്രം പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്, ഹോൾഡ് ചെയ്തിട്ട് അത് റിലീസ് ചെയ്യുന്ന ടൈം.
ദെൻ ഒരു കീയിൽ നിന്നും വേറൊരു കീയിലേക്ക് നമ്മൾ പോകാനെടുക്കുന്ന സമയം. അപ്പം ഡ്വൽ ടൈം എന്ന് പറയുന്നത് ഒരു കീ പ്രസ് ചെയ്ത് പിടിക്കുന്നതും, ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ബിറ്റ്വീൻ കീ സ്ട്രോക്സ്, ഒരു കീയിൽ നിന്ന് വേറൊരു കീയിലോട്ട് പോകാനെടുക്കുന്ന ടൈം. ഓക്കെ, ദെൻ കീ സ്ട്രോക്ക് ഡൈനാമിക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇതൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് അൽഗോരിതംസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് അൽഗോറിതംസ് വെച്ചിട്ടാണ് ഇതിനകത്ത് എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് നടക്കുന്നത്. സോഫ്റ്റ്വെയർസ് ആണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതിന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് എക്സിസ്റ്റിംഗ് ഹാർഡ്വെയർ യൂസ് ചെയ്യാം. അതായത് എക്സിസ്റ്റിംഗ് ഹാർഡ്വെയർ ആയിട്ടുള്ള കീബോർഡ് അല്ലെങ്കിൽ കീപാഡാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഹാർഡ്വെയർ സെക്ഷനിൽ അതാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ അടുത്തതെന്ന് പറയുന്നത് കോമൺ ഒത്തന്റിക്കേഷൻ പ്രോസസ്സാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ പാസ്വേഡിന്റെ കൂടെ ഇത് വരുന്നത്. അപ്പോൾ ഒരു നോർമൽ പേഴ്സണ് പാസ്വേഡ് അടിക്കുന്ന അതേ ഫീൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു നോർമൽ ഒത്തന്റിക്കേഷൻ മാതിരി ഉള്ളൂ. വേറെ ഒരു എന്താ പറയുക, വേറെയുള്ള ബയോമെട്രിക്സ് ടെക്നോളജീസിൽ യൂസേഴ്സിന് ഒരു ട്രെയിനിങ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു ട്രെയിനിങ്ങിന്റെ ഒന്നും ഒരാവശ്യവും ഇവിടെ ഇല്ല. കാരണം നമ്മൾ നോർമലി പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നതാണ്. ആ സെയിം പാറ്റേണിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക, പക്ഷെ ബിഹൈൻഡിൽ നമ്മൾ കൂടെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ആ ഒരു പാർട്ട് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് സോഫ്റ്റ്വെയർ അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് വേറെ ബോദറിംഗ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് പാസ്വേഡ് എൻ്റർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനടുത്തത് ഈ പാസ്വേഡ് നമുക്ക് നെസസറി ആണെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ തന്നെ ഒരു ഫോണിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പാസ്വേഡ് ഇട്ടിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തില്ല, അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ അകത്ത് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അതിൻ്റെ വീക്ക്നെസ്സസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വീക്ക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു ടെക്നോളജി ഇപ്പോഴും ഫോർമേറ്റീവ് സ്റ്റേജിലാണ്. അതായത് ഇപ്പോഴും അത് ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്, ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ബാക്കി കംപ്ലീറ്റ്ലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒത്തിരി ബയോമെട്രിക്സ് ടെക്നോളജീസ് ഉണ്ട്. ഇതിപ്പോഴും ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഞാൻ അടുത്തത് ഇതിനകത്ത് സെക്യൂരിറ്റി കൊടുക്കും, കുറച്ചും കൂടെ നോർമൽ ഒത്തന്റിക്കേഷനേക്കാൾ കുറച്ചുകൂടി സെക്യൂരിറ്റി കൊടുക്കുമെന്നേ ഉള്ളൂ. അതിനേക്കാൾ വലിയ കൺവീനിയൻസ് ഒന്നും ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതിനടുത്തത് ഇറ്റ് റീറ്റെയിൻസ് മെനി ഫ്ലോസ് ഇൻഹെറന്റ് ടു ദ പാസ്വേഡ് ബേസ്ഡ് സിസ്റ്റം. അതായത് ഇത് പാസ്വേഡ് ബേസ്ഡ് സിസ്റ്റം എങ്ങനെയാണോ അതുപോലെ തന്നെ. ഓക്കെ, അപ്പം ആ ഒരു വീക്ക്നെസ്സിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പാസ്വേഡ് സിസ്റ്റത്തിൻ്റെ അകത്ത് എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത് അതിൻ്റെ കോമ്പണൻസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് നോക്കാം. ദെൻ അടുത്തത് അതിൻ്റെ കോമ്പണൻസ് ആണ്. കോമ്പണൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോമ്പണൻസ് ആണുള്ളത്. അതിൽ ഹാർഡ്വെയർ കോമ്പണൻ്റ് എന്ന് പറയുന്നത് കീബോർഡ് ഓർ കീപാഡാണ്. കീബോർഡ് അല്ലെങ്കിൽ കീപാഡാണ്. അതാണ് ഹാർഡ്വെയർ ഇൻപുട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുവഴിയാണ്. ദെൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് ആണ്. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എൻറോൾമെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്യാനും അതുപോലെ അത് ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യാനും ഒക്കെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഈ ടെംപ്ലേറ്റ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഈ എൻറോൾമെൻറ്റ് ടെംപ്ലേറ്റ് എന്നാണ് അതിനെ പറയുന്നത്. അത് നമ്മൾ നെക്സ്റ്റ് ടൈം ഇതുപോലത്തെ ടെംപ്ലേറ്റ് അഗെയിൻ നമ്മൾ നെക്സ്റ്റ് ടൈം ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്തിട്ട് സെൻട്രൽ സെർവറിലേക്കോ അല്ലെങ്കിൽ ലോക്കൽ സെർവറിലേക്കോ അത് ഡിപ്പെൻഡിങ് ഓൺ ദ ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ സെയിം ഒരു മാച്ചിങ് ടെംപ്ലേറ്റ് ഇതുപോലെ തന്നെ ജനറേറ്റ് ചെയ്തിട്ട് ഓൾറെഡി സ്റ്റോർ ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ യൂസർ സക്സസ്ഫുള്ളി ആണ് മാച്ച് സക്സസ്ഫുള്ളി ആണെങ്കിൽ പാസ്വേഡ് നോർമൽ ട്രാൻസ്മിഷൻ, അതായത് അതിൻ്റെ ബിഹൈൻഡിലൊന്നും നടക്കുന്നില്ല. നോർമൽ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, സിസ്റ്റം ഓപ്പൺ ആവും. ഏത് സിസ്റ്റം ആണെങ്കിലും, ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി സിസ്റ്റം ആണെങ്കിലും അല്ല നമ്മുടെ നോർമൽ നമ്മുടെ ലാപ്ടോപ്പ് ആണെങ്കിലും എന്താണെങ്കിലും പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അത് ഓപ്പൺ ആവും. അതുപോലെ തന്നെ ഇവിടെയും സക്സസ്ഫുൾ ആണെങ്കിൽ, അതായത് പാസ്വേഡ് മാത്രമല്ല ഇവിടെ ഒരേപോലെ ആവേണ്ടത്, പേഴ്സൺ സെയിം ആയിരിക്കണം, പേഴ്സണിൻ്റെ ടെംപ്ലേറ്റ് സെയിം ആയിരിക്കണം. അപ്പോൾ മാത്രമാണ് അത് മാച്ചിങ് ആവുന്നത്. ആ സമയത്ത് അത് നോർമൽ ഒത്തൻറ്റിക്കേഷൻ മാതിരി കയറുകയും ചെയ്യും. ആ യൂസർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, അതായത് നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്തിരിക്കുന്നത് കറക്റ്റ് അല്ല എങ്കിൽ
വീണ്ടും എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസർ റീ എൻട്രി ചെയ്യേണ്ടതായിട്ട് വരും. റീ എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ അവിടെ നടന്നില്ല എങ്കിൽ എന്താണ് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ലോക്കാവും. സിസ്റ്റം ലോക്കായിട്ട് അത് അഡ്മിൻ്റെ അടുത്ത് ഒരു നോട്ടിഫിക്കേഷൻ പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെന്നുള്ളത് അഡ്മിന് നോട്ടിഫിക്കേഷൻ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഡിഫറെൻറ്റ് സ്റ്റെപ്സ് അല്ലെങ്കിൽ ഫേസസിലായിട്ടാണ് വർക്കിംഗ് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ അക്വിസിഷൻ ആൻഡ് പ്രോസസ്സിംഗ് ആണ്. ഇത് നോർമലി നമ്മൾ ബാക്കിയുള്ള ബയോമെട്രിക്സിൽ 2 സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്, പക്ഷേ ഇവിടെ ഒറ്റ സ്റ്റെപ്പായിട്ടാണ് പറയുന്നത് ഡേറ്റ അക്വിസിഷൻ ആൻഡ് പ്രോസസ്സിംഗ് എന്നുള്ളത്. സോ അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് കീബോർഡിൻ്റെ അകത്ത് എന്തൊക്കെയാണോ ഉള്ളത് അതങ്ങനെ. അപ്പോൾ അക്വിസിഷൻ ഡിവൈസ് ഇവിടെ ഒന്നല്ലെങ്കിൽ കീബോർഡ് അല്ലെങ്കിൽ കീപാഡ് ആയിരിക്കും. സോ അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ കീസ് ആണോ ഉള്ളത് ആ സ്റ്റാൻഡേർഡ് കീസ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അത് തന്നെയാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. പ്രത്യേകിച്ച് നമ്മൾ സ്റ്റാൻഡേർഡ് കീബോർഡ് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺ ചെയ്യേണ്ട, ഈ യൂസർ കൺസേൺ ചെയ്യേണ്ട കാര്യമില്ല. യൂസർ ഓൺലി എന്താ ചെയ്യുക, ടൈപ്പ് ചെയ്താൽ മാത്രം മതി, അയാളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. ബിഹൈൻഡിൽ ഇയാളുടെ സ്പീഡും എന്താണ് ടൈപ്പ് ചെയ്യുന്ന മാനറും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ യൂസർ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും മെഷർ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രമല്ല, ഈ കീസ്ട്രോക്ക് ഡൈനാമിക് വെച്ചിട്ട് മാത്രമല്ല, അല്ലാതെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓരോ കീസും പ്രസ് ചെയ്ത് ഡിപ്രസ് ചെയ്യുന്ന ആ ഒരു ടൈം ഡ്യൂറേഷൻ എല്ലാം, ബിറ്റ്വീൻ കീ സ്ട്രോക്സിൻ്റെ ടൈം എല്ലാം ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതെല്ലാം മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഡേറ്റ കീസ്ട്രോക്ക് സ്കാൻ സിസ്റ്റം അതിനെ ഗ്യാദർ ചെയ്തിട്ട് എന്താണ് സീക്വൻസ് ഓഫ് സ്റ്റെപ്പ് പെർഫോം ചെയ്തിട്ട് അതിനകത്ത് യുണീക്ക് ഫീച്ചേഴ്സ്, അതായത് ആ ടൈപ്പിംഗ് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് വെച്ചിട്ടൊരു ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ ഇൻഫർമേഷൻ എല്ലാം മെഷർ ചെയ്യുന്നത്. അതിനുശേഷം ജസ്റ്റ് ഗ്യാദർ ചെയ്തിട്ട് നമ്മുടെ ഇതിനകത്ത് കീസ്ട്രോക്ക് ഡൈനാമിക് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ അത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റയെ കളക്ട് ചെയ്തിരിക്കുന്ന അല്ല മെഷർ ചെയ്തിരിക്കുന്ന ഡേറ്റയെ ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ ഗ്യാദർ ചെയ്ത് അതിൽ നിന്നും വേണ്ട യൂണിക് ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരാളുടെ ടെംപ്ലേറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഡിസ്റ്റിൻറ്റീവ് ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്ത്. ഓക്കെ, ദെൻ ഇതിനകത്ത് കീസ്ട്രോക്ക് ഡൈനാമിക്കിൽ എൻറോൾമെൻറ്റും വെരിഫിക്കേഷനും ശരിക്കും ടെക്സ്റ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് പാസ്വേഡ് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ ടൈപ്പിംഗ് ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടൈപ്പിംഗ് പാറ്റേണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇത് നടക്കുന്നത്. സോ അപ്പം യൂസറിന് എപ്പോഴും ഒരു പാസ്വേഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ഉണ്ടായിരിക്കും, യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഫോർ എൻറോളിംഗ് ഓർ വെരിഫൈങ്, അതുണ്ടാവണം. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ശരിക്കും കീസ്ട്രോക്ക് ഡൈനാമിക് വർക്ക് ചെയ്യുന്നത്, വിത്ത് കൺജങ്ഷൻ ഓഫ് നോർമൽ ഓത്തൻറ്റിക്കേഷൻ, പാസ്വേഡ് ഓത്തൻറ്റിക്കേഷൻ മെത്തേഡ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പാസ്വേഡ് എന്ന് പറയുന്നത് എന്താണ്, പാസ്വേഡ് ലോങ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടേഴ്സ് ഉള്ള പാസ്വേഡ് ആയിരിക്കണം. അത് നോർമൽ ഓത്തൻറ്റിക്കേഷനിലും അങ്ങനെ പറയാറുണ്ട്, ഡിഫറെൻറ്റ് സിമ്പിൾസ് ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇവിടെയും ഫോളോ ചെയ്യണം. അത് പാസ്വേഡിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ എൻറോൾമെൻറ്റ് പ്രോസസ്സിൽ നമുക്കൊരു ടെക്സ്റ്റ് ബേസ്ഡ് എന്താണ് ഇത് വേണം എന്ന് പറയുന്നത്, ടെസ്റ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും വേണം. ഈ ഒരു യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്ന് പറയുന്നത് എൻറോൾമെൻറ്റ് ടൈമിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 15 ടൈംസ് ഒക്കെ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. എൻറോൾമെൻറ്റ് ഒരു ഒറ്റ സിറ്റിങ്ങിൽ വേണമെങ്കിൽ നടക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡേയ്സ് എടുത്തിട്ട് വേണമെങ്കിലും. സീക്വൻഷ്യൽ ലോഗിൻസ് എന്താണെങ്കിലും ഈ 15 ടൈംസ് എന്നുള്ളത് റിപ്പീറ്റഡ്ലി നമ്മൾ സീക്വൻഷ്യൽ ലോഗിൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് സിസ്റ്റത്തിന് നമ്മുടെ ടൈപ്പിംഗ് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. മേ ബി ഇൻ 1 സിറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡേയ്സിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും എൻറോൾമെൻറ്റ്. ദെൻ യൂസർ ടൈപ്പിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് റിപ്പീറ്റഡ്ലി ഞാൻ പറഞ്ഞല്ലോ 15 ടൈംസ് ഒക്കെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കേണ്ടതായിട്ട് വരും. സോ അപ്പം അതിനകത്ത് ഡിഫറെൻറ്റ് ഓരോ ടൈമിലും നമ്മുടെ ടൈപ്പിംഗ് പാറ്റേൺ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ടൈമിൽ യൂണിക് ആയിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ അതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, ഡിസ്റ്റിൻറ്റീവ് ഫീച്ചറിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ
ഡേറ്റ അക്വിസിഷൻ എന്ന് പറയുന്നത്, കീ സ്ട്രോക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് യൂസറിന് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ യൂസറിന് ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. വെരിഫിക്കേഷൻ ഒന്നും യൂസർ അതിനെക്കുറിച്ച് ഒന്നും ബോധർ ചെയ്യുന്നില്ല. യൂസറിന് ആകെ അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് പാസ്വേഡ് ടൈപ്പ് ചെയ്തു, ഓതന്റിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക മാത്രമല്ല ചെയ്യുക, പാസ്വേഡ് ആർക്ക് വേണമെങ്കിലും അറിയാമെങ്കിൽ ടൈപ്പ് ചെയ്യാം. പക്ഷെ അതിൻ്റെ ബിഹൈൻഡ് ആയിട്ട് അതിൻ്റെ ടൈമും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ കീ സ്ട്രോക്ക് ഡൈനാമിക്കും അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് പാസ്വേഡ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏതൊരാൾക്കും പാസ്വേഡ് അറിയാമെങ്കിൽ ഓതന്റിക്കേറ്റ് ചെയ്ത് കയറാനായിട്ട് പറ്റും സ്റ്റാൻഡേർഡ് പാസ്വേഡ് സിസ്റ്റം ആണെങ്കിൽ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരിക്കലും അങ്ങനെ നടക്കില്ല. അതിനും അത് മാത്രമല്ല നമ്മുടെ പേഴ്സൺ അത് സെയിം ആണോ എന്നുള്ളത് കൂടെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു സ്റ്റാൻഡേർഡ് പാസ്വേഡ് സിസ്റ്റത്തിനകത്ത് നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് റോങ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ബാക്ക് സ്പേസ് യൂസ് ചെയ്തിട്ട് അതിനെ റിമൂവ് ചെയ്തിട്ട് വീണ്ടും എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു കീ സ്ട്രോക്ക് ഡൈനാമിക്കിൽ ഒരിക്കലും നമുക്ക് യൂസറിന് ബാക്ക് സ്പേസ് കീ ടൈപ്പ് ചെയ്യുന്നതിനിടയ്ക്ക്, യൂസർ നെയിം ആണെങ്കിലും പാസ്വേഡ് ആണെങ്കിലും ടൈപ്പ് ചെയ്യുന്നതിനിടയ്ക്കായിട്ട് ഇത് ഒരിക്കലും നമുക്ക് ബാക്ക് സ്പേസ് പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സോ അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ ബാക്ക് സ്പേസ് അടിക്കാൻ പറ്റില്ല. പകരം നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രം ദ ബിഗിനിങ് നമുക്ക് റീടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പിന്നീട് നമ്മൾ റോങ് ആയിട്ടാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ സിസ്റ്റം ലോക്ക് ആവും. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബാക്ക് സ്പേസ് ഇടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് ആദ്യം തൊട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഡേറ്റ അക്വിസിഷൻ ആൻഡ് പ്രോസസ്സിങ്ങിൽ പറയുന്നത്. ദെൻ അടുത്തത് ഡിസ്റ്റിൻറ്റീവ് ഫീച്ചേഴ്സ് ആണ്. ഇതിൻ്റെ അകത്ത് ഉള്ള ഡിസ്റ്റിൻറ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ശരിക്കും ഡ്വൽ ടൈം ആൻഡ് ഫ്ലൈറ്റ് ടൈം ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. അതായത് ഒരു കീ പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒരു കീയിൽ നിന്നും വേറൊരു കീയിലേക്ക് പോകുന്നതുമാണ്. യൂസർ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല, അത് നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ അപ്പോൾ അത് രണ്ടുമാണ് അതിനകത്തുള്ള എന്താണ് ഡിസ്റ്റിൻറ്റീവ് ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. പക്ഷെ അതിലൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും ഒരേപോലെ തന്നെ എല്ലാവരും ടൈപ്പ് ചെയ്യണമെന്നില്ല. ചില സമയത്ത് അവരുടെ മേ ബി മൂഡ് സെൻസ് ഒക്കെ വെച്ചിട്ട് ചിലപ്പം അത്ര ഇതായിട്ട് ടൈപ്പ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ചിലപ്പം പാറ്റേൺ കളക്ട് ചെയ്യാനായിട്ട്, അതായത് ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് ജനറേഷൻ ആൻഡ് മാച്ചിങ് ആണ്. ടെംപ്ലേറ്റ് ജനറേഷൻ ആൻഡ് മാച്ചിങ്ങിൻ്റെ അകത്ത് നമ്മൾ ടെംപ്ലേറ്റ്സിനെ ഡിസ്റ്റിൻറ്റീവ് ഫീച്ചേഴ്സ് വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്തു. സോ അപ്പോൾ അതിനെ വെച്ചിട്ട് നമ്മൾ ഒരാളുടെ നെയിമിൽ ഒരു ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അപ്പോൾ അത് നമ്മൾ എൻ്റർ ചെയ്യുന്ന യൂസർ നെയിമിനെയും പാസ്വേഡിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബിഹേവിയറൽ ഡേറ്റയെ നമ്മൾ ആ ടൈപ്പിംഗ് പാറ്റേണിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതുവഴി നമുക്ക് സെക്യൂരിറ്റി ലെവൽസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഒക്കെ പറ്റും. സെക്യൂരിറ്റി ലെവൽസ് ഇൻക്രീസ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്ന ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് ലോ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷനും ഉണ്ട്, ഹൈ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷനും ഉണ്ട്. ഒരു ലോ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻ ആണെങ്കിൽ സെക്യൂരിറ്റി അത്രമാത്രം അങ്ങോട്ട് ഇൻക്രീസ് ആയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഒരു ഇടയ്ക്ക് നമുക്ക് ഫ്യൂ ടൈപ്പിംഗ് ക്യാരക്ടേഴ്സിനിടയ്ക്ക് പാറ്റേൺ ഓക്കെ ആയില്ലെങ്കിലും പ്രോബ്ലം ഇല്ല. അത് ഓതന്റിക്കേറ്റ് ചെയ്യാനായിട്ട് ചില ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുന്ന സമയത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന മാച്ചിങ് എൻറോൾമെൻറ്റ് ടെംപ്ലേറ്റുമായിട്ട് മാച്ച് ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ അത് പ്രോബ്ലം ഉണ്ടാക്കാറില്ല ലോ സെക്യൂരിറ്റി ആണെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ. പക്ഷേ ഹൈ സെക്യൂരിറ്റി ആണെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഹൈ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻ്റെ അകത്ത് ഓരോ ക്യാരക്ടേഴ്സും കറക്റ്റായിട്ട് ഒരേ ഇതിൽ തന്നെ ടൈം ഡ്യൂറേഷൻ എല്ലാം ഒരേ രീതിയിൽ മാത്രം പോയാലാണ് എൻറോൾമെൻറ്റും വെരിഫിക്കേഷനും ഒക്കെ കറക്റ്റായിട്ട് ആൾക്ക് അത്രയും എന്താണ് ആ പേഴ്സൺ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാത്രമായിരിക്കും അയാൾ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത്. അത്രയും സെക്യൂർഡ് ആയിട്ട് നമുക്ക് ഉള്ള സിസ്റ്റത്തിൽ നമുക്കിത് വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ദെൻ അതിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലിവറേജ് എക്സിസ്റ്റിംഗ് ഹാർഡ്വെയർ. ഞാൻ പറഞ്ഞല്ലോ എക്സിസ്റ്റിംഗ് ഹാർഡ്വെയർ ആയിട്ടുള്ള എന്താണ് എല്ലാ കമ്പ്യൂട്ടേഴ്സിലും അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ഡെസ്ക്ടോപ്പുകളിലും അല്ലെങ്കിൽ എല്ലാ ഫോണിലും കീബോർഡ് അല്ലെങ്കിൽ കീപാഡ് ഉണ്ട്. സോ ഇപ്പം അതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ എന്താണ് ഇൻപുട്ട് അക്വിസിഷൻ നടത്തുന്നത്.
അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് അധികം എഫേർട്ട് വരുന്ന ഒരു കാര്യമില്ല. ഡെസ്ക്ടോപ്പ് എൻവയോൺമെൻറ്റ് ആണെങ്കിൽ ലെസ് എഫേർട്ടാണുള്ളത്. അതുപോലെ തന്നെ ഹാർഡ്വെയർ അപ്ഗ്രേഡ്സും അവൈലബിൾ പോർട്സ് അതുപോലുള്ള പ്രോബ്ലംസ് ഒന്നും ഇതിനെ ബാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പം യാതൊരു ഇഷ്യൂസും ഹാർഡ്വെയർ അപ്ഗ്രഡേഷനൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കീബോർഡിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു മാറ്റവും സംഭവിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷനൊക്കെ നടക്കുകയാണെങ്കിൽ ഒന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. ദെൻ അതുപോലെ തന്നെ നെറ്റ്വർക്ക് എൻവയോൺമെൻറ്റ്സിലാണെങ്കിൽ യൂസേഴ്സിന് വേറുള്ള വർക്ക് സ്റ്റേഷനിൽ നിന്ന് കൂടെ ഓതൻറ്റിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഈ ഒരു കീസ്ട്രോക്ക് ഡൈനാമിക്കിൽ വേറെ റിമോട്ട്ലി ഓതൻറ്റിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ അതാണ് എക്സിസ്റ്റിംഗ് ഹാർഡ്വെയറിൻ്റെ അകത്ത് വരുന്നത്. സോ നെക്സ്റ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലിവറേജസ് കോമൺ ഒത്തൻറ്റിക്കേഷൻ പ്രോസസ്സ് എന്നുള്ളതാണ്. നോർമലി ഫിംഗർ സ്കാൻ അല്ലെങ്കിൽ ഐറിസ് സ്കാൻ ഒക്കെ ആണെങ്കിൽ യൂസേഴ്സിന് എപ്പോഴും ഒരു ട്രെയിനിങ് ആവശ്യമാണ്. അപ്പോൾ അവർ ആ സിസ്റ്റത്തെക്കുറിച്ച് അൺഫെമിലിയർ ആയതുകൊണ്ടാണ് അവർക്ക് അതിനകത്ത് എങ്ങനെ ബയോമെട്രിക് ഡേറ്റ പ്രൊവൈഡ് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് എപ്പോഴും ഒരു ട്രെയിനിങ് ആവശ്യമായിട്ട് വരുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ എപ്പോഴും കീബോർഡ് അല്ലെങ്കിൽ കീപാഡ് യൂസ് ചെയ്യാത്ത ആൾക്കാരില്ല. അപ്പോൾ അതിനകത്തൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എക്സിസ്റ്റിംഗ് ഒത്തൻറ്റിക്കേഷൻ പ്രോസസ്സ് വെച്ചിട്ടാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് അതിനകത്തൊരു ട്രെയിനിങ്ങും കൊടുക്കേണ്ട ആവശ്യമില്ല. നോർമലി എല്ലാവരും കീപാഡിൽ അല്ലെങ്കിൽ കീബോർഡിലും ഫോൺ ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും സ്മാർട്ട് ഫോണാണുള്ളത്. അപ്പോൾ അവരെല്ലാവരും ഈ ഒരു കീപാഡ് യൂസ്ഡ് ആയിട്ടുള്ളവരാണ്. അപ്പം അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ആർക്കും ട്രെയിനിങ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഇതിനകത്ത് കുറച്ചും കൂടെ സെക്യൂരിറ്റി എക്സിസ്റ്റിംഗ് പാസ്വേഡ്സ് ബേസ്ഡ് സിസ്റ്റത്തിനേക്കാളും കുറച്ചും കൂടി സെക്യൂരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനോട് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നോർമൽ ഓത്തൻറ്റിക്കേഷനേക്കാളും കൂടുതലായിട്ട് നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇമ്പോസ്റ്റേഴ്സിനെ ഓത്തൻറ്റിക്കേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കാനായിട്ട് പറ്റും. കാരണം പാസ്വേഡ് സെയിം ആയാൽ മാത്രം പോരാ. പാസ്വേഡ് സെയിം ആവുകയാണെങ്കിൽ നോർമൽ ഓത്തൻറ്റിക്കേഷൻ പ്രോസസ്സിൽ അയക്ക് ഓത്തൻറ്റിക്കേറ്റ് ചെയ്ത് കയറാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ പാസ്വേഡ് മാത്രം സെയിം ആയാൽ പോരാ, പകരം ആളുടെ ടൈപ്പിംഗ് പാറ്റേൺ കൂടെ സെയിം ആവണം. ഓക്കെ, ഞാൻ അതുപോലെ തന്നെ ഇതിനകത്ത് കീസ്ട്രോക്ക് ഇതിനകത്ത് ഒരു 75% ഓഫ് ഇമ്പോസ്റ്റർ അറ്റംപ്റ്റ്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോഴും ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അപ്പം എന്നിരുന്നാൽ പോലും അവർക്കൊരു 75% ആൾക്കാരെ ഇതിനകത്ത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പെർമിറ്റ് ചെയ്യാതിരിക്കാനായിട്ട് പറ്റും. കമ്പയർ ടു സ്റ്റാൻഡേർഡ് ഒത്തൻറ്റിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഫാർ ബെറ്റർ ആണ് ഈ ഒരു കീസ്ട്രോക്ക് സ്കാൻ സിസ്റ്റം എന്ന് പറയണം. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ക്യാൻ എൻറോൾ ആൻഡ് വെരിഫൈ യൂസേഴ്സ് വിത്ത് ലിറ്റിൽ എഫേർട്ട് വെച്ചിട്ട് നമുക്ക് എൻറോൾ ചെയ്യാനും വെരിഫൈ ചെയ്യാനും പറ്റും. എൻറോൾമെന്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് പ്രോസസ്സാണെന്ന് പറയാം ടു ദ യൂസർ. പിന്നെ കുറേ തവണ നമ്മൾ എൻട്രി ചെയ്യാനായിട്ട് ടൈം വേസ്റ്റ് ചെയ്യണം എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും നമുക്ക് ഐറിസ് സ്കാൻ പോലുള്ള ടെക്നോളജീസ് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഇല്ല. ഈസി ആയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. നമുക്ക് ടൈപ്പിംഗ് പാറ്റേൺ ഒരു 15 times ഒക്കെ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് യാതൊരു വിധത്തിലുള്ള എഫേർട്ടും യൂസേഴ്സിന് കൊടുക്കാത്ത ഒരു ടെക്നോളജിയാണ്. അതുപോലെ തന്നെ നോർമൽ വർക്കിംഗ് ഫ്ലോയെ ഇൻട്രപ്റ്റ് ചെയ്യാതെ നമുക്ക് വർക്ക് ഫ്ലോയ്ക്ക് ഒരു ഇൻട്രപ്ഷനും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇതൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ അപ്പോൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനെ നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ യാതൊരു വർക്കിങ്ങിനെയും ബാധിക്കാത്ത രീതിയിൽ ഇൻട്രപ്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വെരിഫിക്കേഷനിലാണെങ്കിലും യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറൊന്നും യൂസേഴ്സ് അറിയേണ്ട കാര്യമില്ല. ബിഹൈൻഡിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മാച്ചിങ് ടെംപ്ലേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കോളും. സോ അപ്പം എൻറോൾമെന്റ് ആൻഡ് വെരിഫിക്കേഷൻ കുറച്ച് ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. യൂസറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, കൺവീനിയൻസ് ഉണ്ടെന്നുള്ളതാണ് ഒരു സ്ട്രെങ്ത് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത്
പാസ്വേഡ് ക്യാൻ ബി ചേഞ്ച്ഡ്. പാസ്വേഡ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പാസ്വേഡ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. പിന്നെ ഇതിനകത്തൊരു 1-to-1 വെരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. ഒരാളുടെ ഏകദേശം സിമിലർ ആയിട്ടുള്ള മാച്ചിങ് ഒരു ടെംപ്ലേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതും എൻറോൾമെന്റ് ടെംപ്ലേറ്റുമായിട്ട് ഏകദേശം ഒരു ഇത്ര പെർസെൻറ്റേജ് ചാൻസ് ഉള്ളതുമായിട്ടാണ് 1-to-1 കമ്പാരിസൺ ആണ് നടക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് യൂസേഴ്സ് പഠിക്കേണ്ട കാര്യമില്ല. അതായത് ഈ ഒരു എൻറോൾമെന്റ് ടൈമിൽ മാത്രമാണ് നമ്മളിങ്ങനെ പേഴ്സൺ ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അല്ലാതെ അയാളുടെ ഒരു മെയിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ അയാളുടെ ഡോക്യുമെന്റ്സ് ഇതൊന്നും ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നില്ല. പകരം അയാളുടെ ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് ഇയാൾ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, കീസ്റ്റോൺ സ്കാൻ ടെക്നോളജിയുടെ വീക്ക്നെസ്സസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വീക്ക്നെസ് എന്ന് പറയുന്നത് അൺപ്രൂവൺ ടെക്നോളജി ആണെന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഓൾമോസ്റ്റ് ഒരു കമ്പനി മാത്രമാണ് ഈ ഒരു കീസ്റ്റോൺ സ്കാൻ ടെക്നോളജി കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഇപ്പം അവർ പോലും ഇപ്പോഴും ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് എന്നുള്ളതാണ് സത്യം. സോ അപ്പം റിയൽ വേൾഡ് ഇംപ്ലിമെന്റേഷൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും കുറച്ച് പുറകോട്ട് പോകും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഇതുവരെ ഡെവലപ്മെന്റ് നടത്തിയിട്ടില്ല. സോ അപ്പം ഒത്തിരി കംപ്ലീറ്റ്ലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒത്തിരി ബയോമെട്രിക്സ് ഉള്ള സമയത്ത് അവർ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കി ഒത്തിരി ടെക്നോളജീസ് കംപ്ലീറ്റ്ലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത് ഉണ്ട്. അപ്പം അവർ അതിനു വേണ്ടിയിട്ട് പോകുക മാത്രമായിരിക്കും ചെയ്യുന്നത്. പിന്നെ ടെസ്റ്റിങ്ങിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഡെവലപ്പിംഗ് സ്റ്റേജിലാണെന്ന്. അപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഇതിൻ്റെ അകത്ത് കൂടുതലും ഒരു അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഓത്തൻറ്റിക്കേറ്റ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അതുപോലെ തന്നെ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അപ്പം ലോ സെക്യൂരിറ്റി ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഈസി ആയിട്ട് ഇമ്പോസ്റ്റേഴ്സിന് ഓത്തറൈസ് ചെയ്ത് കയറാനായിട്ട് പറ്റും. അപ്പം അതുപോലെ തന്നെ റിജക്റ്റ് ചെയ്യുന്നതും കൂടുതലാണ്, ഫോൾസ് റിജക്ഷനും കൂടുതലാണ്, ഫോൾസ് അക്സെപ്റ്റൻസും കൂടുതലാണെന്നുള്ളതാണ്. ഈ ഒരു ടെക്നോളജി ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വീക്ക്നെസ് എന്ന് പറയുന്നത് ഡസ് നോട്ട് ഇൻക്രീസ് യൂസർ കൺവീനിയൻസ്. അതായത് യൂസറിനെ എന്താ പറയുക ഒരു കൺവീനിയൻസ് കൊടുക്കാനായിട്ട് പാസ്വേഡ് എൻട്രി ചെയ്യും, കുറച്ച് പാസ്വേഡ് എൻട്രി ചെയ്താൽ മാത്രം മതി, ഓക്കെ. പക്ഷേ ഇത് സെക്യൂരിറ്റി മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ചും കൂടി. അതായത് നോർമൽ ഓത്തൻറ്റിക്കേഷനിൽ നിന്നും ഒരു സെക്യൂരിറ്റി മാത്രമാണ് കുറച്ച് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സം ഡിഗ്രി ഓഫ് സെക്യൂരിറ്റി മാത്രമാണ്. ലെസ് കൺവീനിയൻ്റ് ആണ് ടു ദ യൂസർ. അതായത് യൂസറിന് എപ്പോഴും ഒരു വിചാരമാണ് അത് അത്രമാത്രം സെക്യൂർഡ് ആണോ എന്നുള്ളത്. അവർക്കൊരു എപ്പോഴും അത് ഒരു പ്രൂവൺ ടെക്നോളജി അല്ലാത്തത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് യൂസേഴ്സിന് എപ്പോഴും അതിനോടുണ്ട്. അതുകൊണ്ട് തന്നെ യൂസറിന് കൺവീനിയൻസ് കുറവാണ് ഇത് യൂസ് ചെയ്യുന്നതിൽ. കാരണം എനിക്ക് എന്തുമാത്രം സെക്യൂരിറ്റി, ഇപ്പോൾ ഒരു പാസ്വേഡിൻ്റെ ഏകദേശം അത് തന്നെയാണ് ഇവിടെയും എനിക്ക് കൊടുക്കാൻ പറ്റുന്നത്. എന്തിനും ഞാൻ ഈ ഒരു ബയോമെട്രിക്സ് ചൂസ് ചെയ്യുന്നത് ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒത്തിരി ബയോമെട്രിക്സ് വേറെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കത് ചൂസ് ചെയ്ത് കൂടെ എന്നൊരു ഇത് എപ്പോഴും യൂസേഴ്സിനുണ്ട്. അപ്പോൾ അതാ യൂസറിന് കൺവീനിയൻസ് കുറച്ച് കുറവാണ്. അത് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതിപ്പോഴും ഒരു പ്രൂവൺ ടെക്നോളജി ആയിട്ട് നിൽക്കാത്തത് കൊണ്ടാണ്. ഡെവലപ്പിംഗ് സ്റ്റേജിൽ ഇപ്പോഴും നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം വരുന്നത്. നെക്സ്റ്റ് വീക്ക്നെസ് എന്ന് പറയുന്നത് റീറ്റെയിൻസ് മെനി ഫ്ലോസ് ഓഫ് പാസ്വേഡ് ബേസ്ഡ് സിസ്റ്റം. അതായത് പാസ്വേഡ് ബേസ്ഡ് സിസ്റ്റത്തിൽ എന്തൊക്കെ പോരായ്മകളാണോ ഉള്ളത് അതിപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള പലതും കുറച്ചൊക്കെ ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ സെക്യൂരിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ആ ട്രഡീഷണൽ മെത്തേഡിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ ഉണ്ടായിരുന്നത് അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഈ ഒരു കീസ്റ്റോൺ സ്കാൻ ടെക്നോളജി അപ്ലൈ ചെയ്താലും എന്നുള്ളത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മളിപ്പം പാസ്വേഡ് മറന്നു പോവുക എന്നുള്ളത് യൂസേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നോർമൽ ഒതൻറ്റിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ പിൻ നമ്പർ ആണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ കുറേ നാൾ യൂസ് ചെയ്യാതിരുന്നത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് പിന്നീട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ ഒരു കേസിൽ നമ്മൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈപ്പിംഗ് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സിസ്റ്റത്തിന് സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ പിന്നെ
കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും? അഡ്മിനിസ്ട്രേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഓവർ ഹെഡ് കൂടെയാണ് അവിടെ കൂടുന്നത്. അതായത് നമ്മുടെ പാസ്വേഡൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുർകോട്ട് പാസ്വേഡൊക്കെ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അഡ്മിൻ ആരാണോ അയാളായിരിക്കും ഇതിൻ്റെ അകത്ത് പിന്നെ അത് കറക്റ്റ് ചെയ്ത് പാസ്വേഡെല്ലാം സെറ്റ് ചെയ്യാൻ, വീണ്ടും പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഓവർ ഹെഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ പിന്നെയും കൂടുകയാണ്. അപ്പോൾ അതിൽ യാതൊരു കുറവും ഇല്ല എന്നുള്ളതാണ്. പാസ്വേഡ് മറന്നു പോകാനുള്ള ചാൻസും ഒക്കെ. പിന്നെ അതുപോലെ മിനിമം ലെങ്ത് കീപ്പ് ചെയ്യണം, അഡിക്വേറ്റ് ഡേറ്റ, ഭയങ്കര സെക്യൂരിറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ മറ്റതിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ നമ്മളൊന്നും പാസ്വേഡ് ഓർത്ത് വെക്കണ്ട. ഇപ്പോൾ ഫിംഗർ ആണെങ്കിലും ഐറിസ് ആണെങ്കിലും ഹാൻഡ് ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ പാസ്വേഡൊന്നും ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെങ്കിലും ഇല്ല. സോ അപ്പോൾ ഇവിടെ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളെക്കാൾ യൂസേഴ്സിനേക്കാൾ കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണത് ഓവർ ഹെഡ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് കീ സ്ട്രോക്ക് ഡൈനാമിക് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് കീ സ്ട്രോക്ക് ഡൈനാമിക്.